ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാർ ടി പിയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറേ കൊണ്ട് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ 3 സെഗ്മെൻറ്റുകൾ പറഞ്ഞുതരാം. ഫോർ എവർ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള 3 സെഗ്മെൻറ്റുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഈ 3 സെഗ്മെൻറ്റുകളിൽ എങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ കണ്ടെത്താമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. അതിനു മുമ്പ് ഏത് ബിസിനസ് എവിടെ തുടങ്ങും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന 1, 2, 3, 4 ഈ 4 സെഗ്മെൻറ്റുകളിലും കേരളത്തിലും ഇന്ത്യയിലും വേൾഡിലും വളരെയധികം ബിസിനസ് സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ഫണ്ടമെന്റൽ ബേസ്ഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കാണും. ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾ 1.5x ഇട്ടാലും കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സെഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടന്റിലേക്ക് കിടക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാസ്ലോ ഹൈറാർക്കിനെ കുറിച്ചിട്ടാണ്. മാസ്ലോ ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മനുഷ്യന് പല പല ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യർ ആദ്യം നമുക്ക് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതായത് നമ്മൾ ബേസിക് വെള്ളം, ഭക്ഷണം, പാർപ്പിടം, ക്ലോത്ത്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിനകത്ത് വരിക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് എന്നുള്ള സെഗ്മെൻറ്റ് എടുക്കാം. ഫുഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ എന്നുള്ള സെഗ്മെൻറ്റ് എടുക്കാം. ക്ലോത്ത്. ഈ ബിസിനസ്സുകളൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ നീഡുമായിട്ട് വളരെയധികം നീഡായിട്ടുള്ള സെഗ്മെന്റുകളാണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഏതൊരു ബിസിനസ് ഐഡിയ തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു കസ്റ്റമറെ കാണാൻ പറ്റും. കാരണം എന്താണ്, മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡ്സ് ആണിത്. ഏറ്റവും ബേസിക് നീഡ്സ് സർവൈവ് ചെയ്യുന്ന ബിസിനസ് മോഡലുകൾ ഫോർ എവർ നിലനിൽക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഗ്മെന്റിലാണ്. കാരണം ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിൽ അത്യാവശ്യം മനുഷ്യന് ഫിസിയോളജിക്കൽ നീഡൊക്കെ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും രണ്ടാമത് നോക്കുന്നത് എന്താണ്, അവനവൻ്റെ സേഫ്റ്റി, അവൻ്റെ ഫാമിലിയുടെ സേഫ്റ്റി, അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആക്കാനുള്ള ഓപ്ഷൻസ്. അവിടെയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഹോം ബേസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്, അങ്ങനെയുള്ള സെഗ്മെന്റ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, സേഫായി സെക്യൂർഡ് ആയി കഴിഞ്ഞാൽ മനുഷ്യരാണ് മൂന്നാമത് നോക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ സെൽഫ് എസ്റ്റീമിനെ കൂട്ടാനുള്ള കാര്യങ്ങളാണ്. സെൽഫ് എസ്റ്റീമിനെ കൂട്ടാനുള്ള ബ്രാൻഡിങ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു സി സെഗ്മെന്റിൽ നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ പറ്റും. സെൽഫ് എസ്റ്റീമിങ് കഴിഞ്ഞ് മനുഷ്യൻ ഏറ്റവും പൂർണ്ണതയിൽ മണി ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൈസ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ തേടുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള സെഗ്മെന്റാണ്. അതായത് സ്വയം ഞാൻ ആരാണെന്നുള്ള ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു ലൈഫിൽ ഒരു പർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡലുകൾ ഇവിടെയുണ്ട്. ഈ ഒരു സെഗ്മെന്റാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന 3 സെഗ്മെന്റുകളിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? 1 നമ്പർ ഫുഡ്, 2 കൺസ്ട്രക്ഷൻ, 3 ക്ലോത്ത്. ഓക്കെ, നമ്മൾ ഇതാണ് ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു നല്ല ബ്രാൻഡ് ആവാം, ഫുഡിൽ എങ്ങനെ നമുക്കൊരു നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ കൺസ്ട്രക്ഷനിൽ എത്ര നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ക്ലോത്തിൽ എങ്ങനെയാണ് നല്ല ബിസിനസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് മോഡൽ കൺസ്ട്രക്ഷനാണ് ഞാൻ എടുക്കുന്നത്. കൺസ്ട്രക്ഷൻ ഇന്ത്യയിൽ എത്രമാത്രം പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിനകത്തുള്ള ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫുഡിലേക്കും ഇഷ്ടം ക്ലോത്തിലേക്ക് നമുക്ക് പോകാം. മനുഷ്യൻ്റെ ഫിസിയോളജിക്കൽ നീഡിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ വന്നത് കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ നിങ്ങൾക്കറിയാം, കൺസ്ട്രക്ഷൻ നോക്കുന്നത് കോൺട്രാക്ടർ വർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ വർക്കോ മാത്രമല്ല, അതിൻ്റെ അണ്ടറിൽ ഒരുപാട് സെഗ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സെഗ്മെന്റുകൾ ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സൂട്ടബിൾ ആയിട്ടുള്ള നല്ല ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ടോട്ടൽ എന്താ പറയുക ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 2022 അപേക്ഷിച്ച് 8% 2021 കൂടിയിട്ടുള്ളത്. 24 10% ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻ. 2025 അത് കൂടി വരികയാണ് കൺസ്ട്രക്ഷൻ ഡിമാൻഡ്. എന്തുകൊണ്ടാണ്? കാരണം ഒന്നുമില്ല, നമ്മളെ കൺസ്ട്രക്ഷൻ എന്നുള്ള സെഗ്മെന്റ് എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. കാരണം ഒരുപാട് ആൾക്കാർ അർബനൈസേഷനിലേക്ക് പോകുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. ഇതിനകത്ത് പല സെഗ്മെന്റുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഈ കൺസ്ട്രക്ഷനകത്ത് പല ബിസിനസ് സെഗ്മെന്റുകളിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാനിറ്ററി വേറൊരു നല്ല ഓപ്ഷനാണ്. കഴിഞ്ഞ 10 to 15% ഗ്രോത്ത് ആണ്. മോഡുലാർ കിച്ചൺ എന്ന സെഗ്മെന്റ് നോക്കിയാൽ 14 to 60% റേറ്റ് ആണ് കൂടാൻ സാധ്യതയുള്ളത്.
ഫോസറ്റ് വെയർസിനകത്ത് 13 to 15% ആണ്, ഡെക്കറേറ്റീവ് പെയിൻസിൽ 15% ഇൻക്രിമെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഹോം ഓട്ടോമേഷൻ സെഗ്മെൻറ്റ് 13 to 14% ഇൻക്രിമെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഡെക്കറേറ്റീവ് ലൈറ്റ്സ് എന്ന സെഗ്മെൻറ്റിൽ 13 to 15. ഈ സെഗ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം? ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു മാർക്കറ്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള നിങ്ങളുടെ സെഗ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഈ ഒരു കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഹൈ ടിക്കറ്റ് ആണ്? നിങ്ങൾക്കറിയാം, ഒരു വീട് വെക്കണമെന്ന് ഇന്ന സമയത്ത് 10 to 15 lakhs മുകളിൽ എന്തായിട്ടും വേണ്ടി വരും അല്ലേ? പക്ഷേ ഇവിടെ ബാങ്കുകളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അഫോർഡബിൾ സ്കീംസ് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് അഫോർഡബിൾ സ്കീംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട് കൺസ്ട്രക്ഷൻ എന്നുള്ളത്. ഗ്രീൻ ബിൽഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പോപ്പുലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സുകൾക്ക് വളരെയധികം ഫ്യൂച്ചറായിട്ട് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ളൊരു കോൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഹൈ ആയിട്ട് വേണ്ടി വരും. ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നിക്കിൽ കൊമേഴ്ഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, അതായത് ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് നോക്കുകയാണെന്നെങ്കിൽ ബാംബു ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള, അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള, റീസൈക്ലിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ റൂഫിനെ കൂൾ ചെയ്യാൻ പറ്റും, നമ്മുടെ എൻവയോൺമെൻറ്റിനൊക്കെ വളരെ നല്ല രീതിയിലാക്കാൻ പറ്റുന്ന കൂൾ റൂഫിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ സോളാർ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, ഇതൊക്കെ ഫ്യൂച്ചർ ആയിട്ടുള്ള നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ് ആണ്. അപ്പം ഇതൊക്കെ ഒന്ന് ടോട്ടലായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് കിട്ടും. ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ എടുക്കാം. കൺസിഡർ ഫോർ നിങ്ങളിപ്പോൾ കൂൾ റൂഫ് എന്നൊരു സെഗ്മെൻറ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാറ്റഗറിയാണ്, നത്തിങ് ബട്ട് ഫുഡ് ഇൻഡസ്ട്രി. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ആവാൻ വേണ്ടി നിങ്ങൾക്കൊരു ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ പലതരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് തുടങ്ങാം അല്ലേ? അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുക്കിംഗ് അറ്റ് ഹോം എന്നുള്ളത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആൾക്കാർ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി അർബൻ ഫാമിലീസ്, എസ്പെഷ്യലി ഒരു അണുകുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കുക്കിംഗ് അറ്റ് ഹോം എന്ന് പറഞ്ഞത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുക്കിംഗ് അറ്റ് ഹോം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രൊഡക്റ്റുകൾ ഓൺലൈൻ വഴി വാങ്ങുന്നത്, ഓൺലൈൻ ഡെലിവറി എന്ന് പറഞ്ഞ സാധനം കൂടുകയാണ്. അതായത് ഗ്രോസറീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റുകളായിക്കോട്ടെ, വീട്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഹ്യൂജ് മാർക്കറ്റ് ഉണ്ട്. സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള വലിയ കമ്പനീസ് ഇവിടെ ഓൾറെഡി ഉണ്ടെങ്കിലും ലോക്കൽ ബേസ്ഡ് ആയിട്ട് ഇപ്പോഴും ടയർ 2, ടയർ 3 സിറ്റീസിലൊന്നും ഇങ്ങനെയുള്ള സംഭവമില്ല. പക്ഷേ ഇവരൊക്കെ കൺസ്യൂമേഴ്സാണ്, നല്ലൊരു ബൈയിങ് പൊട്ടൻഷ്യലുള്ള ഒരു കൺസ്യൂമേഴ്സാണ്. ഡൈനിങ് ഔട്ട് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റും വളരെയധികം കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2015-17 സെഗ്മെൻറ്റ്സിൽ തന്നെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുക എന്നൊരു സെഗ്മെൻറ്റാണ്. ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ടു ഗ്രോ ബൈ 1274 ബില്യൺ, $1274 ബില്യൺ ബിസിനസ് ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് 2027 ആകുമ്പോഴേക്കും. ഇതിനകത്ത് പല പല ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ബിസിനസ് തുടങ്ങാം. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് എന്ന സെഗ്മെൻറ്റ് തുടങ്ങാം, ഹോം ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സെഗ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് പല ബിസിനസ്സുകളും ചെയ്യാം. ഇതിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൺവീനിയൻസ് ഫുഡ് എന്നുള്ള കാറ്റഗറി വളരെയധികം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്. മീറ്റ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട കാറ്റഗറിയാണ്. ബേബി ഫുഡ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞതും, സ്നാക്സ് എന്ന് പറഞ്ഞതും, പെറ്റ് ഫുഡ് എന്ന് പറഞ്ഞതും, ഡയറി പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഫുഡ് ബിസിനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സെഗ്മെൻറ്റ്സുകളാണ്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടോട്ടലായിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളതിന് ഞാൻ വീണ്ടും ചുരുക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള 2-3 സെഗ്മെൻറ്റുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് നിങ്ങളൊരു ബ്രാൻഡ് പല രീതിയിൽ ചെയ്യാം. വെജിറ്റബിൾസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ഗ്രോസറി സിസ്റ്റം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം, വെജിറ്റബിൾ പ്രോസസ് ചെയ്യുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം, ഡ്രൈ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഞാൻ കണക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത എനിക്ക് പറയാനുള്ള സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പാരൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ് പറഞ്ഞു, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് വസ്ത്രം എന്നുള്ളത്. വസ്ത്രത്തിനകത്ത് 2 ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ലക്ഷറി സെഗ്മെൻറ്റും ഒന്ന് നോൺ ലക്ഷറി സെഗ്മെൻറ്റും. രണ്ടും 2 തരത്തിലാണ്.
ലക്ഷറി സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ബ്രാൻഡിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരിക, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരും, അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിലേക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരും. വേറൊരു സെഗ്മെൻ്റ് ഉണ്ട്, വളരെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അവിടെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ പ്ലസ് അതിൻ്റെ ഏറ്റവും റേറ്റ് കുറവുള്ള സെഗ്മെൻറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സെഗ്മെൻറ്റ്സിലാണ് വരിക. ഞാൻ ഒരുപാട് വീഡിയോസ്, ഒരുപാട് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ക്ലോത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മാനുഫാക്ചേഴ്സിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു ബ്രാൻഡ് ആകാൻ പറ്റിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. വൈ? ബിക്കോസ് ഇ കൊമേഴ്സ് എന്നുള്ളൊരു സെഗ്മെൻറ്റ് ഈ ഒരു ഏറ്റവും കൂടുതൽ പെനിട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാലും മറ്റാൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തും ഹെവി 7.2% CAGR ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത്. ഇത് വളരെ നല്ല സെഗ്മെൻറ്റാണ്. ഇതിനകത്ത് 3 സെഗ്മെൻറ്റുകളുണ്ട്. മെൻസ് എടുക്കാം, നിങ്ങൾക്ക് ചിൽഡ്രൻ എടുക്കാം, വുമൻസ് എടുക്കാം. എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പെസിഫിക് മേഖല മാത്രം ആദ്യം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് നിന്ന് വളരെ നല്ലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് ലക്ഷറി ആയിരിക്കാം, നോൺ ലക്ഷറി ആയിരിക്കാം, അതിനകത്ത് നിന്ന് ഒരു നല്ലൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ പോകാൻ നോക്കുക. കാരണം എല്ലാം ഒരുമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇതിനകത്ത് ഓൺലൈൻ ബിസിനസ് തുടങ്ങാം, ഓഫ്ലൈൻ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റും. 2 തരത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ 3 സെഗ്മെൻറ്റ്സുകൾ പറഞ്ഞു. ഈ 3 സെഗ്മെൻറ്റ്സിനെ ചുരുക്കി കമ്പൈൻ ചെയ്തിട്ട് ഒരുപാട് ബിസിനസ് മോഡലുകളും ആശയങ്ങളും പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് ഒരു ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ആവാൻ പറ്റും. 2023 വളരെ നല്ല രീതിയിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് നിങ്ങളൊരു സൈഡ് ഇൻകം പോലെയോ ഫുൾ ടൈം ഇൻകം പോലെയോ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു എൻറ്റയർ സെഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.